ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ ബി.ജെ.പി ഘടകത്തെ നേർവഴിക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? കേരളത്തിൽ ബി.ജെ.പിക്ക് മുന്നേറ്റമുണ്ടാകും? ഇതാണിപ്പോൾ കേരളം ചോദിക്കുന്ന ഒരു കാര്യം. അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു ചോദ്യമാണ് അങ്ങ് എന്നോട് ചോദിച്ചത്. രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ അന്ന് പൊതുവേ പറഞ്ഞു കേട്ടിരുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റെ പേരായിരുന്നു. ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ക്രൗഡ് പുള്ളറാണ്. ദീർഘകാലമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. താഴത്തെ തട്ടിലുള്ള പ്രവർത്തന പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വരും എന്നാണ് പ്രധാനമായും പറഞ്ഞ് കേട്ടിരുന്നത്. പ്രത്യേകിച്ച് വനിതാ പ്രസിഡൻറ്റ് ബി.ജെ.പിക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ കണക്കൂട്ടലുകളൊക്കെ തിരിച്ചുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ഉപശാലകളിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും വളരെ പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങ് ചോദിച്ച പോലെ ഈ രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ ജയിക്കാൻ കഴിയണമെങ്കിൽ ഇതൊരു യുദ്ധമല്ലേ? തെരഞ്ഞെടുപ്പ് യുദ്ധം തന്നെ, രാഷ്ട്രീയം തന്നെ ഒരു യുദ്ധമാണ്. അപ്പോൾ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് ബലമാണ്, സ്ട്രെങ്സ്. എന്താണ് ബി.ജെ.പിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കരുത്ത് പകരുന്ന, രാജീവ് ചന്ദ്രശേഖരന് കരുത്ത് പകരുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? അത് പരിശോധിച്ചെങ്കിലേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാനൊക്കത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് കേരളത്തിലേക്ക് വന്നപ്പോഴേ കേരളത്തിൽ ഗ്രൂപ്പില്ല, അദ്ദേഹത്തിന് ഗ്രൂപ്പില്ല. രാജീവ് ചന്ദ്രശേഖരൻ എന്താ ഗ്രൂപ്പാണ്? ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായിരുന്നു സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുന്നതെങ്കിൽ മറ്റെല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെയെങ്കിലും അവരെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബി.ജെ.പി മുന്നോട്ട് പോകുക എന്നുള്ളതല്ലല്ലോ. പിന്നെ അവരുടെ ടാർഗറ്റ് ബി.ജെ.പി പ്രസിഡന്റിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പോകുമായിരുന്നു. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഗ്രൂപ്പില്ല. ഒരു ഗ്രൂപ്പിൻ്റെയും ഫേവർ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗ്രൂപ്പില്ലാത്ത ഒരു നേതാവ്, കുമ്മനം രാജശേഖരനും ഗ്രൂപ്പില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പ് പ്രഖ്യാപിച്ച് അദ്ദേഹം കുറേ പേരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളുടെ കുമ്മനത്തിൻ്റെ ഗ്രൂപ്പാണെന്നങ്ങ് പറഞ്ഞു. അദ്ദേഹത്തിന് അത് ദിനേ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്ന ഒരു കാര്യം, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗ്രൂപ്പില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ട്രെങ്ത് അദ്ദേഹത്തിന് അഴിമതിയില്ല എന്നുള്ളതാണ്. അഴിമതിയില്ല എന്ന് പറഞ്ഞാൽ ചില്ലറ വേണ്ട, പൈസ കൊടുത്തു വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബി.ജെ.പിയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് തെരഞ്ഞെടുപ്പിന് വരുന്ന കാലാകാലങ്ങളിൽ വരുന്ന ഫണ്ട് അടിച്ചു മാറ്റി അതിൻ്റെ ഒരു വിഹിതം വാങ്ങിച്ച് ജീവിക്കേണ്ട ഗതികേട് രാജീവ് ചന്ദ്രശേഖരനില്ല. അതുകൊണ്ട് വാങ്ങിക്കുന്ന പണം ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയാൽ ഫീൽഡിൽ ചെലവഴിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കഴിയും. കുഴൽപ്പണമോ അല്ലെങ്കിൽ ആകാശത്തുനിന്നും മന്ന പൊഴിഞ്ഞ് കാശ് വീഴുന്നതൊന്നും രാജീവ് ചന്ദ്രശേഖരന് ആവശ്യമില്ലാത്ത ആളാണ്. പിന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ കാര്യം, രാജീവ് ചന്ദ്രശേഖരന് ലോകം കണ്ട വ്യക്തിയാണ്. ഇവിടുത്തെ ബി.ജെ.പി നേതാക്കന്മാരൊക്കെ ഈ പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ എന്ന് പറയുന്നത് ഇവിടെ കിടന്ന് കറങ്ങുന്നല്ലാതെ അവരൊരു ചരടുമൊക്കെ കെട്ടി കാവ്യ ഉടക്കി എടുത്ത് ജനത്തിനെയൊക്കെ വിരട്ടി അല്ലെങ്കിൽ വിരട്ടി നിൽക്കുന്ന 10 പേരെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്. ലോകം എങ്ങനെയാണ് പോകുന്നത്, വേൾഡ് പൊളിറ്റിക്സ് എങ്ങനെയാണ് പോകുന്നത്, ലോകം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, ലോകം കണ്ട ഒരാളാണ് അദ്ദേഹം. പിന്നെ ഭരണരംഗത്ത് അദ്ദേഹം സഹമന്ത്രിയായിരുന്നു, MP ആയിരുന്നു. കർണാടകത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു തട്ടകമായിട്ട് വന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം തന്നെ ഒരു വ്യവസായിയാണ്. ഒരു വ്യവസായം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരുപാട് ക്വാളിറ്റിയുള്ള ഒരാളിനെ കൊണ്ട് ഒരു വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പം നടക്കുമ്പോൾ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോലും ഒരു വ്യവസായിയുടെ മൈൻഡ്, അത് വ്യവസായിയുടെ മൈൻഡിന് ഞാൻ പറഞ്ഞത് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയത്തിലെ വോട്ടാണ് ലാഭം. മാക്സിമം വോട്ട് കിട്ടുന്നിടത്താണ് മാക്സിമം ലാഭം വരുന്നത്. അപ്പം മാക്സിമം വോട്ട്, മാക്സിമം ലാഭം, അത് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയും വ്യവസായി എന്നുള്ള നിലയിൽ. ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു സ്ട്രെങ്ത്, അദ്ദേഹത്തിൻ്റെ ഒരു കരുത്തായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ചില വീക്ക്നെസ് ഉണ്ട്, ചില ദൗർബല്യങ്ങളുണ്ട്. ബേസിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ താഴെത്തട്ടിൽ ഒരു പ്രവർത്തന പരിചയം അദ്ദേഹത്തിനില്ല. അദ്ദേഹം പിന്നെ ഒരു എയർ ചീഫ് മാർഷലിൻ്റെ മകനായിട്ട് ജനിച്ചു, വിദേശ രാജ്യങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടി, കർണാടകത്തിൽ വന്നു, വ്യവസായ രംഗത്തേക്ക് പോയി. അദ്ദേഹം വളരെ വ്യത്യസ്തമായൊരു ജീവിതശൈലിയായിട്ട് പോയ ആളാണ്. മുണ്ടുകൊടുക്കാൻ നരേന്ദ്രമോദി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം മുണ്ടുകൊടുത്തത്. മുണ്ടുകൊടുക്കാൻ അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് മുണ്ടുകൊടുക്കാൻ അറിയത്തില്ലായിരുന്നു. കേരളത്തിൽ വന്നപ്പോഴാണ് ഞാൻ നായരാന്ന് മനസ്സിലായത്. അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണൽ ലിക്വേഷനൊക്കെ പല കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് നായരാന്നൊന്നും അറിയത്തില്ലായിരുന്നു. പേര് രാജീവ് ചന്ദ്രശേഖരനാന്നേ അറിയത്തുള്ളൂ, മുണ്ടുകൊടുക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പം മുണ്ടുകൊടുക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ നായരാന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഒരു വർഷം മുമ്പ് അദ്ദേഹത്തെ ഇവിടെ ഇറക്കിയിരുന്നുവെങ്കിൽ തിരുവനന്തപുരം സുഖമായിട്ട് ജയിച്ചിന്. അതിന് 1 വർഷം വേണ്ട സ്ഥലം 4 മാസം മുമ്പ് ജയിച്ചെങ്കിൽ പിന്നെ പറ്റുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് താഴെ തട്ടിലെ ഒരു പ്രവർത്തന പരിചയമില്ല.
പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നേതാവ് ക്രൗഡ് പുള്ളറായിരിക്കണം. അതൊരു അത്യാവശ്യമല്ല എങ്കിൽ പോലും അത് ഒരു വിജയത്തിൻ്റെ ഒരു ഘടകങ്ങളിലൊന്നാണ്. ഉദാഹരണത്തിന് BJPയിലെ ഒരു ക്രൗഡ് പുള്ളറാണ് ശോഭാ സുരേന്ദ്രൻ. കാരണം അവരുടെ പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ പ്രതിയോഗികളെ നിഷ്കരണം തകർത്തുകൊണ്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില പ്രസംഗം അവരുടെ വായിൽ നിന്ന് വരും എന്നുള്ളത് കൊണ്ടാണ്. ചെറിയൊരു പാർട്ടിയായിരുന്നെങ്കിലും R ബാലകൃഷ്ണനുള്ള വലിയൊരു ക്രൗഡ് പുള്ളർ. അദ്ദേഹം എവിടെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ കേൾക്കാൻ വരുമായിരുന്നു. KM മാണി സാറ് ക്രൗഡ് പുള്ളറായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആളുകൾ, കാരണം എന്തെങ്കിലുമൊക്കെ സ്പൈസസ് മസാല കാണും ആ പ്രസംഗത്തിനകത്ത്, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത്. പക്ഷെ അങ്ങനെ പ്രസംഗിക്കാൻ ഉള്ള ഒരു പ്രസംഗ പാഠം ഒരു ക്രൗഡ് പുള്ളറല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്സായിട്ട് തോന്നുന്നത്. പിന്നെ ഒരു വ്യവസായി എന്നുള്ള നിലയിൽ വളരെ ഉന്നതങ്ങളിൽ ജനിച്ച് ജീവിച്ച് ഈ എന്താ പറഞ്ഞത് സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ കാലുവാരിൽ കാലേ കൂട്ടി കാണാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നെനിക്ക് അറിഞ്ഞൂടാ. കൂടെ നിൽക്കുന്നവൻ കാലുവാരും, അത് കാലേ കൂട്ടി കണക്കാക്കി അതിൻ്റെ ഡിഫൻസീവ് മെത്തേഡ് എടുക്കുന്നിടത്താണ് പിന്നെ കാര്യങ്ങൾ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അത് രാജീവ് ചന്ദ്രശേഖരന് എത്ര മാത്രം കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ മലയാളത്തിൽ വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനർഗളം മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവും മലയാളം കൃത്യമായിട്ടൊക്കെ പറഞ്ഞു വരുന്നൊരു നേതാവും തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ശശി തരൂർ പ്രസംഗിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ജനങ്ങൾ കേൾക്കാറുമുണ്ട്, അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ. പക്ഷേ എങ്കിൽ പോലും അനർഗളമായൊരു പ്രസംഗിക്കുന്ന മലയാളം ഇങ്ങനെ പ്രവഹിച്ച് വരുന്നൊരു പ്രസംഗമാകുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ സുഖം വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആശയം ജനങ്ങളുടെ മനസ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സാണ്. പിന്നെ ഒരു നേതാവ് ജയിച്ചു വരുമോ ഇല്ലയോ എന്ന് നമ്മൾ പറയേണ്ടത് അദ്ദേഹത്തിനുള്ള അവസരങ്ങൾ പാഴാക്കിയവരാണ് പല നേതാക്കന്മാരും. കിട്ടിയ അവസരം പാഴാക്കിയ ഒരു BJP നേതാവാണ് V മുരളീധരൻ. അദ്ദേഹത്തിന് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവസരം പാഴാക്കി കഴിഞ്ഞു, എന്ത് ചെയ്യാനൊക്കും? അപ്പം അതുപോലെ വേറെ ഒരാൾക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരു അവസരം O രാജഗോപാലിന് കിട്ടി. അദ്ദേഹം അത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചുകൊണ്ടാണ് നേമത്തെ ജയിക്കാൻ കഴിഞ്ഞത്. O രാജഗോപാൽ എന്ന് പറഞ്ഞാൽ റെയിൽവേ മന്ത്രിക്കാണ് നേമത്തെ ജനങ്ങൾ വോട്ട് ചെയ്തത്, അല്ല BJP നേതാവിന് മാത്രമല്ല. BJP വോട്ട് തീർച്ചയായിട്ടും ഉണ്ട്, അത് ബേസിക് വോട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് കൃത്യമായി അവസരങ്ങൾ വിനിയോഗിക്കാൻ കഴിയുന്ന ആളാണ് നല്ല നേതാവ്. അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞ നേതാവാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് വീണ്ടും നരേന്ദ്രമോദിയെ മാറ്റാൻ ഒക്കാത്ത വിധത്തിൽ അദ്ദേഹം ശക്തമായ സ്ഥിരപ്രതിഷ്ഠ നേടിയതിൻ്റെ കാര്യം. അവസരം ഉപയോഗിക്കാൻ അറിയണം, അതാണ് അതിൻ്റെ കാര്യം. ഇവിടെ അവസരം ഉപയോഗിക്കാൻ ഒരു പ്രയാസമില്ല. കാരണം BJPയിലെ ഒരു നേതാവിനും യാതൊരു പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുമില്ല. അതുകൊണ്ട് തന്നെ ആരെ വേണേലും എടുത്ത് കളയാം. കറിവേപ്പില കളയുന്നത് പോലെ ഏത് നേതാവിനെയും എടുത്ത് കളയാൻ BJPയിലാണ്. BJPയുടെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരം. അപ്പോൾ ഏത് നേതാവിനെയും എടുത്ത് കളയാം. കാരണം BJPയിലെ നേതാക്കന്മാരിൽ പലരും ആരോപണ വിധേയരാണ്. പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഇരിക്കാത്ത ഒരു പാർട്ടി പ്രവർത്തിച്ച ആളുകളെ കോടീശ്വരന്മാരോ ശതകോടീശ്വരന്മാരോ ആയത് എങ്ങനെയാണെന്ന് ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങൾ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് നേതാവിനെ മാറ്റി നിർത്താനും രാജീവ് ചന്ദ്രശേഖരന് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിനെ ആരെ മാറ്റി നിർത്തിയാലും ഈ പാർട്ടിയിൽ ഒരു ചുക്കും ചുണ്ടാകും സംഭവിക്കാനും പോകുന്നില്ല. കാരണം അത്രയൊക്കെ ഉള്ളൂ. വെറും കളിമൺകാരുള്ള പ്രതിമകൾ മാത്രമാണ് BJPയിലുള്ളത്. അതുകൊണ്ട് പിന്തുണയില്ലാത്ത നേതാക്കന്മാരുടെ ഒരു സമാഹാരമാണ്. BJPയിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ടും ഹിന്ദുത്വം എന്ന് പറയുന്നൊരു ആശയത്തെ കണ്ടുകൊണ്ടും രാജ്യസ്നേഹത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇവിടുത്തെ നേതാവിനെ കണ്ടുകൊണ്ട് ഒരാൾ വോട്ട് ചെയ്യാറില്ല. നരേന്ദ്രമോദിയുടെ പേരിൽ കിട്ടുന്ന വോട്ടല്ലേ ഇതൊക്കെ, അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ കിട്ടുന്ന വോട്ട്, അതും അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ കിട്ടുന്നു. ഈ മൂന്ന് കാര്യങ്ങളിലാണല്ലോ വോട്ട് കിട്ടുന്നതല്ല, വേറെ വോട്ട് കിട്ടാനില്ലല്ലോ. അതിൻ്റെ അവസാനം വേണമെങ്കിൽ വികസനത്തിൻ്റെ പേരിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആരെ വേണമെങ്കിലും അദ്ദേഹത്തിന് പുറത്താക്കാം. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കോൺഗ്രസ്സിൽ അത് പറ്റില്ലല്ലോ. കോൺഗ്രസ്സിൽ വന്ന് K സുധാകരൻ ആരെയും പുറത്താക്കാൻ നോക്കും, VD സതീശൻ്റെ പേര് നടപടി എടുക്കാൻ നോക്കും, രമേശ് ചെന്നിത്തലയുടെ പേര് നടപടി എടുക്കാൻ നോക്കും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ആരെ വേണമെങ്കിലും അദ്ദേഹത്തിന് പുറത്താക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ മറ്റൊരു കാര്യം, BJPയിലെ അണികളും പൊതുസമൂഹവും വളരെ ശക്തനായൊരു നേതാവിനെ കാത്തിരിക്കുകയാണ്. നിർദാക്ഷിണ്യം ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാത്തവനെ അടിച്ച് പുറത്താക്കുന്നൊരു നേതാവിനെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഈ പാർട്ടി നന്നാവണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് വികസനം വരണം, പിന്നെ നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വികസനം കേരളത്തിലും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയാണല്ലോ പിന്നെ ഓരോ പ്രാവശ്യം 20% വോട്ട് കിട്ടിയ എന്താ ഇവിടുത്തെ ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇവരുടെ പ്രവർത്തനം 0 പ്രവർത്തനമാണ്. ഇവരുടെ പ്രവർത്തനം കൊണ്ട് വോട്ട് കുറഞ്ഞതല്ലാതെ ഒരു വോട്ടും കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല. നരേന്ദ്രമോദിയുടെ വികസനവും ആ ഹിന്ദുത്വ അജണ്ടയും ഞാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വിദേശ നയം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വോട്ട് കിട്ടേണ്ടതാണ്. ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖരന് അവസരമാണ്. അതുകൊണ്ട് മുഖം നോക്കാതെ ആരുടെ പേരിലും നടപടിയെടുക്കാം, ആരുടെ പേര് നടപടിയെടുത്താലും അദ്ദേഹത്തോടൊപ്പം ജനം നിൽക്കും.
67 ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോഴേ ഈ സിൻഡിക്കേറ്റ് നിജലിംഗപ്പ, കാമരാജ് നാടാർ, SK പട്ടീൽ, ഹനുമന്തയ്യ ഇവരെല്ലാം ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു. ഇവരെയൊന്നും തൊടാനൊക്കത്തില്ലെന്ന് ജനം വിചാരിച്ചിരുന്നത്. ഇന്ദിരാഗാന്ധി ഈ പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് കളയുന്നില്ല, എല്ലാത്തിനും എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ജനം എത്രമാത്രം ഇവരെ വെറുത്തു ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായത്. ജനം മുഴുവൻ ഇന്ദിരാഗാന്ധിയുടെ കൂടെ കൂടി. ഈ പിശാചുക്കളെ കളഞ്ഞതാണ് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ ജനസമ്മതി വർദ്ധിക്കാനുള്ള കാരണം. അപ്പോൾ അതുപോലെ ഇദ്ദേഹം ഇവിടെ ഒരു പിശാച് വേട്ട നടത്തിയാൽ അത് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അവസരമാണ്. പിന്നെ ഒരു ത്രെട്ട് അദ്ദേഹത്തിനുള്ളത്, ഇവിടെ ശക്തമായ 2 മുന്നണി സംവിധാനം ഉള്ളിടത്താണ് BJP നയിക്കാൻ ഇദ്ദേഹം വരുന്നത്, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ കേരളം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, LDFും UDFും. ഇതിനിടയിൽ കൂടെ വേണം NDAക്ക് കടന്നു വരാൻ. NDA കടന്നു വരാനുള്ള പ്രശ്നം, ഇന്ന് വരെ NDAക്ക് ഒരു മുന്നണിയില്ല. ഇന്ത്യയുടെ മുന്നണിയിൽ ആരുണ്ട്? ഇന്ത്യയെ BJPയും പിന്നെ BDJസിൻ്റെ പാർട്ടിയും കൊണ്ട് എങ്ങനെയാണ് കേരളം പിടിക്കാൻ പറ്റുന്നത്? കേരളം BJP ഭരിക്കണമെന്നുണ്ടെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് കിട്ടിയെങ്കിലേ കേരളത്തിൽ ഭരിക്കാൻ പറ്റുള്ളൂ. മുസ്ലിം വോട്ട് BJPക്ക് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. ചില ആളുകളൊക്കെ വളരെ ചെറിയ വോട്ട് ഒരു പക്ഷേ കിട്ടുമായിരിക്കും, വികസനത്തിൻ്റെ പേരിലൊക്കെ ഒരു പക്ഷേ വോട്ട് കിട്ടുമായിരിക്കും. ഇപ്പം തന്നെ അബ്ദുൽ സലാമിനെ പോലെയുള്ള, അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള, അബ്ദുൽ അസീസ്, നമ്മുടെ ഡോക്ടർ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിനെ പോലുള്ള ആളുകളൊക്കെ പാർട്ടിക്കകത്ത് വരുന്നുണ്ട്. അതൊക്കെ ഓക്കെ. പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വോട്ട് BJP കിട്ടാനുള്ള സാധ്യത കുറവാണ്. വല്ല കുറച്ച് കാണും, ഒരു ചെറിയ ശതമാനത്തിൻ്റെ കാണും മാറ്റമേ വരുള്ളൂ. പക്ഷേ ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പിടിച്ചു വരണമെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് വേണം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മൾ നിരീക്ഷിച്ചാൽ കാസ എന്ന് പറയുന്നൊരു സംഘടന ശക്തമായി വരികയാണ്. ഇത് കാസ ശക്തമാകുമ്പോഴേ ദുർബലമാകുന്നത് മതമേലധ്യക്ഷന്മാരാണ്. പണ്ട് മതമേലധ്യക്ഷന്മാർ വിളിച്ച് ആളുകളോട് വോട്ട് പറഞ്ഞാൽ വോട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പം മതമേലധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ജനം എടുക്കത്തില്ല, ക്രിസ്ത്യാനികൾ എടുക്കത്തില്ല. ക്രിസ്ത്യാനി ഒരു അച്ഛനച്ഛൻ്റെ കാര്യം നോക്കിക്കട്ടെ, വോട്ട് ചെയ്യാൻ എനിക്കറിയാവുന്നത്. പിന്നെ ഒരച്ഛനും എത്രാനും എന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനി വോട്ട് ചെയ്യത്തില്ല. വല്ല 60-70 വയസ്സ് കഴിഞ്ഞാൽ പ്രായമുള്ള ആരെങ്കിലും അച്ഛൻ പറഞ്ഞിട്ട്, മെത്രോപ്പൊലിത്ത പറഞ്ഞില്ലേ, മെത്രാപ്പച്ചൻ പറഞ്ഞിട്ട് കൊണ്ട് വോട്ട് ചെയ്യും. അല്ലാതെ ഒന്നും ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യത്തില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മെറിറ്റ് നോക്കി വോട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. BJP അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ വികസനം ഉണ്ടാകും. അതാണ് അവർക്ക് കൊടുക്കേണ്ട കോൺഫിഡൻസ്. അവർ വ്യവസായ രംഗത്തും വ്യാപാര രംഗത്തും നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ രാജ്യം, ഈ സംസ്ഥാനം വികസിക്കേണ്ട അവരുടെ കൂടെ ആവശ്യമാണ്. അല്ല അവരാരും മതമൗലികവാദിയും വല്ല കടുത്ത ക്രിസ്ത്യൻവാദികളൊന്നുമല്ല. അപ്പോൾ അവരുടെ വോട്ട് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അദ്ദേഹം ഒരു വികസന അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് ഈ NDAയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കണം. ഇന്ത്യയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കണമെങ്കിൽ കൂടുതൽ പാർട്ടികളെ NDAയിലേക്ക് കൊണ്ടുവരണം. അതല്ലെങ്കിൽ പാർട്ടി ഇല്ലെങ്കിൽ പുതിയ പാർട്ടിയെ കണ്ടെത്തണം, പുതിയ പാർട്ടി ഉണ്ടാക്കണം. കരുണാകരൻ പിന്നെ NDP ഉണ്ടാക്കിയതുപോലെ, SRP ഉണ്ടാക്കിയതുപോലെ, അല്ലെങ്കിൽ EMS പ്രതിപക്ഷ ലീഗ് ഉണ്ടാക്കിയതുപോലെ, ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണല്ലോ. എന്ന് പറഞ്ഞതുപോലെ NDAയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ത്രെട്ട് ഇതാണ്. 2 ശക്തമായ 2 സ്ട്രീമാണ്, UDF എന്ന് പറയുന്ന സ്ട്രീമും LDF എന്ന് പറയുന്ന സ്ട്രീം. UDF ഒരു ആൾക്കൂട്ടമാണ്. LDF അച്ചടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പോൾ അച്ചടക്കമുള്ള CPMനെയും ആൾക്കൂട്ടത്തെ സമാഹരിക്കാൻ കഴിയുന്ന കോൺഗ്രസിനും ഇടയ്ക്ക് BJPയുടേതായ ഒരു വഴി കണ്ടെത്തുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് നേരിടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖറിന് നല്ല തുടക്കം കുറിക്കാൻ കഴിയും. അതിന് ശേഷിയും ശേമുഷിയും ഒക്കെയുള്ള നേതാവാണ്. തീർച്ചയായിട്ടും കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.